പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. അതെന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ വി.ഡി. സതീശൻ കോൺഗ്രസ്സുകാരെയൊക്കെ തട്ടിക്കൂട്ടി ഒരു ഭരണം ഒപ്പിക്കുകയാണ്. ഏകദേശം ഫലം വന്നപ്പോൾ ഇപ്പോൾ സംഗതിയാകെ പാടി. കഴിഞ്ഞ ദിവസം അബദ്ധത്തിലൊരു പ്രവർത്തനം പുള്ളി പറഞ്ഞുപോയി, ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോവാന്ന്. ഇപ്പം ഭരണം കിട്ടുമെന്നായപ്പോൾ അങ്ങ് ഡൽഹിയിലിരിക്കുന്ന നമ്മുടെ വേണുഗോപാലൻ ചേട്ടനും പിന്നെ ആ രമേശ് ചെന്നിത്തലയും കൂടി മന്ത്രിയുടെ കുപ്പയൊക്കെ എടുത്തു. മുഖ്യമന്ത്രിയുടെ കുപ്പയൊക്കെ തയ്ച്ച് ഇങ്ങനെ കേരളത്തിലേക്ക് വരവ് വന്നിട്ടുണ്ട് കേട്ടാ. പുള്ളിക്കത് സതീശനോട് പറയാം, മോനെ സതീശ, നീ രാഷ്ട്രീയ വനവാസത്തിന് പോയിക്കോ. കേരളത്തിലെ 5 വർഷത്തെ കാര്യം ഞങ്ങളേറ്റു നോക്കണേ പോലും. ഈ വാക്ക് അവൻ പറ്റുമെന്നൊക്കെ പറയില്ല, അത് സംഭവിക്കാൻ പോകുന്നത്. പണ്ട് ശ്രീരാമൻ പട്ടാഭിഷേക സ്ഥലത്ത് രാത്രി കിരീടെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കുമ്പോൾ നമ്മുടെ കൈ വന്നിട്ട് പറഞ്ഞു, മോനെ ശ്രീരാമ, നീ വനവാസത്തിന് പോയിക്കോ, എൻ്റെ മോൻ ഇവിടുത്തെ കരയിൽ നോക്കിക്കോളും. അതേപോലെ ഇപ്പം ഭരണം കിട്ടുമെന്നായപ്പോൾ നമ്മുടെ സതീശേട്ടനോട് ചെന്നിത്തല ചേട്ടനും ആ വേണുവിനും കൂടി പറയാണ്, മോനെ സതീശയെ കാട്ടിലേക്ക് വിട്ടോ. നോക്കണേ, ഏതായാലും വനവാസത്തിന് പോകുമ്പോൾ നമ്മുടെ സതീശേട്ടൻ ഒടുക്കാനുള്ള മരവിഴിക്ക് ഒരു പഞ്ഞി വരില്ല. അത് നമ്മുടെ രമേശ് ചേട്ടനും വേണുഗോപാലൻ ചേട്ടനും ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അക്കാര്യം ഓക്കെ.